ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു അടിപൊളി ഉച്ചയൂണ് ഉണ്ടാക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പോത്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ തന്നെ അത് കട്ട് ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് തന്നു. അപ്പോൾ കുഞ്ഞ് രാവിലെ മുതൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവളെ ഇരുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇന്നാർക്കും ഡ്യൂട്ടിയും ക്ലാസ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ അടുക്കളയിൽ കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തപ്പോഴേക്കും രാവിലേട്ടൻ വന്നു. അപ്പം രാവിലേട്ടൻ അതെല്ലാം നന്നായിട്ട് കുനുകുനാന്നരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ഇന്നപ്പോൾ ചോറിന് കറി ബീഫ് കറി വെക്കാം, പിന്നെ കൂണും കറി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ രാവിലെ കുറച്ച് ബീഫ് ഫ്രൈയും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് ബീഫ് ഫ്രൈയും കൂടെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി വന്നപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിന് ശേഷം സവോളയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കുഞ്ഞ് ഹാളിനകത്തൂടെ തന്നെ ഇങ്ങനെ എപ്പോഴും സൈക്കിളിൽ ഓട്ടിക്കൊണ്ട് നടക്കും. അപ്പോൾ എനിക്ക് കൂണ് വൃത്തിയാക്കി എടുക്കാം. കഴിഞ്ഞ ദിവസം സാധനം മേടിക്കാൻ പോയപ്പം ഞാൻ സാധാരണ വെളുത്ത കൂണാണ് കിട്ടാറ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അങ്ങനെ മേടിച്ചു. ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് കുറച്ച് നേരം വെച്ചു. ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു 2-3 മഴയൊക്കെ പെയ്തു. അതിനുശേഷം മരങ്ങളൊക്കെ നന്നായിട്ട് ഇലയൊക്കെ വന്നു തുടങ്ങി. ഞാൻ അരി അടുപ്പത്തിട്ടു. അപ്പോഴേക്കും സവോള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. തൊട്ടിനി കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 2 തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിക്ക ചേർക്കുമ്പോൾ ഒരു ചെറിയ പുളിയും പിന്നെ നല്ല തിക്ക് ഗ്രേവിയൊക്കെ കിട്ടാൻ സൂപ്പറല്ലേ. അപ്പം അങ്ങനെ തക്കാളിക്ക ചേർത്തു. ഇനി നമുക്ക് ബീഫ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഫ്രൈക്ക് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് പറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് കൂണ് നന്നായിട്ട് കഴുകി 2ആയിട്ട് കട്ട് ചെയ്ത് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു സവോള 2 പച്ചമുളക് പിന്നെ ഒരു തക്കാളിക്ക പിന്നെ ഒരു 2-3 വെളുത്തുള്ളി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇറച്ചി ഇവിടെ നന്നായിട്ട് തിളച്ച് അതിലെ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ഉണ്ടാക്കുന്നതിന് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് ഉണക്കമുളകും 3-4 വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇനി വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് കൊടുക്കാം. ഇനി കൂണ് കറിക്ക് തേങ്ങ അരയ്ക്കാം. അതിനായിട്ട് ഒരു ബൗൾ തേങ്ങ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4-5 കുഞ്ഞുള്ളിയും കുറച്ച് ജീരകവും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമുക്ക് കൂണിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൂണ് കറിക്ക് കടുക് പൊട്ടിക്കാം.
അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് എല്ലാം കൂടെ ആദ്യം ഒന്ന് വേവിച്ചിട്ട് പിന്നെ അവസാനം കടുക് പൊട്ടിച്ച് ചേർക്കുമായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട്. ആദ്യമേ എല്ലാം കൂണൊക്കെ എല്ലാം നല്ലതായിട്ട് വഴറ്റി സവോള എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി തേങ്ങ അരച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഇച്ചിരി ഈസി ആയതുകൊണ്ട് ഇന്നിങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഊറ്റാൻ വെക്കാം. പിന്നെ കറികളും എല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കഴിക്കാം. അപ്പോൾ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടെങ്കിലേ വന്നാൽ അടിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചോറ് വിളമ്പുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. കാരണം അവളെ കഴിപ്പിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം ആദ്യം അവൾ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ ഞങ്ങളങ്ങനെ അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ചോറ് കഴിക്കാൻ നേരം ശരിക്കും ഫ്രൈ ഒക്കെ തീർന്നു പോയായിരുന്നു. തേങ്ങാക്കൊത്തും കരിവേപ്പിലയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞങ്ങളത് കപ്പലണ്ടി കുറിക്കുന്ന പോലെ എല്ലാം കഴിച്ച് തീർത്തു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.